കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് സസ്പെൻഷൻ. ഈ ഭാരതാംബ വിഷയത്തിൽ വലിയ രീതിയിൽ വിമർശനമൊക്കെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവടക്കം ഈ മോഹനൻ കുന്നുമ്മലിന്റെ ഈ നടപടിക്കെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. കടുത്ത നിയമ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഇപ്പോഴിതാ അദ്ദേഹത്തെ സസ്പെൻഷൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രിയടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളും കടുത്ത നിലപാട് സ്വീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഭാരതാംബ വിഷയം അത് VC-യുടെ ഏകപക്ഷീയമായ നടപടിയാണ് എന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഷീജ ചേരുന്നുണ്ട്. ഷീജ, അതായത് മോഹനൻ കുന്നുമ്മലിന്റെ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഗവർണർ വേദിയിലിരിക്കെ പരിപാടി റദ്ദാക്കിയതായി അറിയിപ്പ് നൽകിയതിനാണ് നടപടി എന്നാണ് ഇപ്പോൾ ഉത്തരവിൽ പറയുന്നത്. ഷീജ, എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, അതായത് ജൂൺ 25-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ ഒരു സ്വകാര്യ സംഘടന പരിപാടി നടത്തുന്നു. ആ പരിപാടിയിൽ RS ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നു. പക്ഷേ അത് RS ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കാൻ സാധിക്കില്ല. അത് സർവകലാശാലയുടെ ചട്ടങ്ങൾക്ക് എതിരാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഇത് നീക്കം ചെയ്യാൻ രജിസ്ട്രാർ ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ നീക്കം ചെയ്യാൻ അവർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ പരിപാടി റദ്ദാക്കേണ്ടി വരും എന്നുള്ള അറിയിപ്പും നൽകുന്നു. ഇത് സംബന്ധിച്ചുള്ള അടിയന്തര സിൻഡിക്കേറ്റ് അടക്കം കൂടുന്നു. അതിനുശേഷമാണ് ഈ പരിപാടി റദ്ദാക്കുന്നതായി രജിസ്ട്രാർ അറിയിപ്പ് നൽകുന്നത്. ഈ അറിയിപ്പ് നൽകുന്നത് 5:50-നാണ്. അന്നത്തെ ദിവസം വൈകിട്ട് 5:50-നാണ് പരിപാടി റദ്ദാക്കിയതായി മെസ്സേജ് നൽകുന്നത്. പക്ഷെ അതിനുശേഷം കൃത്യമായ രീതിയിൽ രജിസ്ട്രാർ രാജ്ഭവനെ വിളിച്ച് ഇത്തരത്തിലുള്ള സംഭവം അറിയിക്കുകയും ചെയ്തു. കാരണം ഗവർണറാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തേണ്ടിയിരുന്നത്. പക്ഷേ ഇത് വകവയ്ക്കാതെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഏകദേശം 6:15 കേരള സർവകലാശാലയിലേക്ക് എത്തുകയായിരുന്നു. പക്ഷേ ഈ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത് വിചിത്രവാദങ്ങളാണ്. അതായത് ഗവർണർ പരിപാടി അതായത് പരിപാടിയുടെ വേദിയിലിരിക്കെ പരിപാടി റദ്ദാക്കി എന്ന് പറഞ്ഞ് രജിസ്ട്രാർ മെസ്സേജ് നൽകി, റദ്ദാക്കിയതായിട്ടുള്ള അറിയിപ്പ് നൽകി എന്നുള്ളൊരു വിചിത്രവാദമാണ് ഉന്നയിക്കുന്നത്. മറ്റൊരു വിചിത്രവാദം, ഏത് മതചിഹ്നമാണ് അവിടെ വേദിയിൽ ഉപയോഗിച്ചത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല എന്നുള്ള കാര്യവും ഇതിൽ പറയുന്നു. കേരള സർവകലാശാല വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മലാണ് ഇപ്പോൾ രജിസ്ട്രാർ അനിൽകുമാറിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ ഒരു നടപടി വൈസ് ചാൻസലർക്ക് എടുക്കാൻ സാധിക്കില്ല. സിൻഡിക്കേറ്റ് കൂടിയാണ് നടപടി എടുക്കേണ്ടത് എന്നുള്ളതാണ് നിലവിൽ രജിസ്ട്രാറുടെ വാദമെന്ന് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു രജിസ്ട്രാർ ഗവർണർക്ക് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകിയത്.